ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. May the Lord's name be glorified. ഇതിന്റെ ഭവനത്തിൽ കൂടെ കേട്ട വചനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. Thank God for the message we heard from our dear brother. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ച ഒരു വിഷയം കഷ്ടതയ്ക്ക് മുമ്പായിട്ടുള്ള പ്രാർത്ഥന എന്നുള്ളതാണ്. Today, the portion or the topic I want to share was through hardships, how we can serve God. ഇവിടെ അതിന് ഉദാഹരണമായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഭാഗം യോനയുടെ പുസ്തകമാണ്, ബുക്ക് ഓഫ് യോന ചാപ്റ്റർ 2. To understand that particular topic, I have selected Jonah chapter 2. മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാണെന്നുള്ളതാണ്. Verse 1 we read like this: Then Jonah prayed to the Lord his God from the stomach of the fish. ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ചില ആഴ്ചകൾക്ക് മുമ്പ് ഒന്ന് സംസാരിച്ചതാണ്. അപ്പോൾ എനിക്ക് വേണ്ടത്ര സമയം ലഭിച്ചില്ല. Same topic I dealt with a few weeks ago. That time I didn't get enough time to complete the topic. എന്നാൽ ആ വിഷയത്തിൽ ഞാൻ തിരിഞ്ഞ വേറൊരു വിഷയത്തിലേക്കാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് എൻ്റെ ശ്രദ്ധ കൊണ്ടുപോകാൻ തക്കണം ആഗ്രഹിക്കുന്നത്. And today I would like to deal upon a similar portion with a related topic as well. നമുക്ക് ഏത് വിഷയത്തിന് മുമ്പിലും ഒരു പ്രാർത്ഥന ആവശ്യമാണെന്നുള്ളത് ഇവിടെ വ്യക്തമാക്കുന്ന കാര്യമാണ് ഞാൻ വിവരിക്കാൻ പോകുന്നത്. As we read this word, we understand that any topic we deal in our life, prayer is of most importance. അപ്പോൾ തന്നെ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഒരു വ്യവസ്ഥയുള്ള കാര്യം നാം മറന്നു പോകരുത്. At the same time, we should never forget there is a condition for prayer. നമ്മുടെ കർത്താവ് വിശുദ്ധനാണെന്നുള്ളതാണ് ഒരു വ്യവസ്ഥ, ആദ്യത്തേത്. That first condition is this: that our God is a holy God. അതുമല്ല, അവൻ സ്നേഹവാനാണ്, രണ്ടാമത്തെ വ്യവസ്ഥ. Second condition: our God is a loving God. മൂന്നാമത്, അവൻ പവർഫുൾ, ഏറ്റവും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് മനസ്സിലാക്കണം. Third condition: our God is a powerful God as well. സർവത്തെ നിയന്ത്രിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. He controls everything. നമ്മുടെ കർത്താവ് വിശുദ്ധനാണ്, He is holy, സ്നേഹവാനാണ്, He is loving, സകലത്തെയും നിയന്ത്രിക്കുന്നവനാണ്. He controls everything. ഇത് നമുക്കൊരു പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ടതായ ഒരു കാര്യമാണെന്ന് ഞാൻ ഓർപ്പിച്ചത്. Now these are conditions which we should remember even before we pray. ഇവിടെ നമുക്ക് ഉദാഹരണമായിട്ട് കാണാൻ സാധിക്കുന്നത്, as an example we can see here, യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു. Then Jonah prayed to the Lord his God from the stomach of the fish. പ്രാർത്ഥിച്ച് പറഞ്ഞതാണ്, പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പറയുന്നതായിട്ട് കാണുന്നത്. And after he prayed, he started speaking. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിന്തിച്ചു നോക്കിയാല്, when we ponder upon our own lives, അനേക പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അതിന്റെ നടുക്കാണ് ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. Generally, when we are surrounded by problems, only then we start to pray. അവസാനം പ്രാർത്ഥിച്ച് ഒന്ന് ശരിയായില്ലെങ്കിൽ അവസാനം ദൈവത്തിങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. And then as we pray, often times we commit those things to God. അപ്പോൾ തീർച്ചയായും ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ തുടക്കത്തിൽ തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. But here we can understand that right at the outset, let's start with prayer. ഏത് വിഷയത്തിന് മുമ്പിലും നമ്മൾ പ്രാർത്ഥനയോടെ കൂടെ ആയിരിക്കണം. Whatever be the issue or concern, let us start with prayer. നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. നമ്മളിവിടെ ഹാളിൽ പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥിച്ച് തന്നെയാണ് നമ്മുടെ കൂടെ ആരംഭിക്കുന്നത്. Let us not take it for granted as we enter into this particular hall, we enter with a word of prayer. അതുപോലെ തന്നെ അതിന്റെ സെക്കൻഡ് ഭാഗമായ മെസ്സേജിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ തന്നെ അതിനും മുമ്പായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാണ് തുടങ്ങുന്നത്. And also as we go on to hear the word of God, we also start with prayer. ഇവിടെ രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത്, in verse 2 we see like this: ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ യോനയെ കുറിച്ച് പഠിക്കേണ്ടതായ അനേക കാര്യങ്ങളുണ്ട്. എന്നാൽ ഞാൻ ആ വിഷയത്തോടല്ല സംസാരിക്കുന്നതെങ്കിലും യോനയ്ക്ക് വ്യക്തമായ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. We can study a lot of things regarding Jonah from this chapter, but then in verse 2 specifically one thing is mentioned. ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു എന്ന് കാണുവാൻ തക്കവണ്ണം. And he said, I called out of my distress to the Lord, and he answered me. I cried for help from the depth of the Sheol. You heard my voice. ഇവിടെ മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ, നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിൽ ഇട്ട് കളഞ്ഞു. Verse 3 we read like this: For you had cast me into the deep, into the heart of the seas. നമുക്ക് പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുമ്പോൾ
When we are surrounded by problems and difficulties, നമ്മൾ ആപത്തിൽ ചെന്ന് ചാടുമ്പോൾ when we go into such difficult phases in our lives, നമ്മൾ ചില മുഖാന്തരങ്ങളൊക്കെ കണ്ടുപിടിക്കാറുണ്ട് അതിന്. we ourselves find out certain ways to come out. ചിലപ്പോൾ ഞാനത് ഉറങ്ങിയതായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ശ്രദ്ധ വിട്ടുപോയതായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ മറ്റു കാര്യത്തിൽ പല കാര്യത്തിൽ ചിന്ത പോയത് കൊണ്ടായിരിക്കും ഇതൊക്കെ സംഭവിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. Sometimes we bring up certain reasons why those things happen in our lives. Sometimes I just fell asleep, I didn't concentrate much. Such reasons might come in. ഇവിടെ യോന വളരെ വ്യക്തമായിട്ട് അതിന്റെ നമുക്ക് 1-ാം അധ്യായത്തിൽ നമ്മൾ പറയുമ്പോൾ When we see in chapter 1, അതിനെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അത് യോനയോട് കൽപ്പിച്ചത് ദൈവം അത് അനുസരിക്കാത്തതിന്റെ ഫലമായിട്ടാണ് അവനെ ഈ സമുദ്രത്തിലേക്ക് എടുത്ത് ഇട്ടതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. when we see chapter 1, we can clearly understand that it was due to disobedience of Jonah that he had to face these things in chapter 2. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പലപ്പോഴും ചില മുഖാന്തരങ്ങൾ കണ്ട് ന്യായീകരണം നമ്മൾ കൊണ്ടുവരാറുണ്ട്. That's what I said. Sometimes we bring about certain specific reasons why this happened in my life. നീ എന്നെ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ട് കളഞ്ഞു എന്നുള്ളതാണ്. There we read that God himself has put him into the depth of the seas. ഇത് നമുക്കറിയാം, കർത്താവിന്റെ ഉദ്ദേശം തന്നെയാണ് ഈ അവനെ സമുദ്രത്തിൽ ഇട്ട് കളഞ്ഞു എന്നുള്ളത് വളരെ വ്യക്തമാക്കിക്കൊണ്ട് തന്നെ താൻ ഇവിടെ പ്രസ്താവിക്കുന്നു. നീ എന്നെ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ട് കളഞ്ഞു എന്നുള്ളതാണ്. Through this verse 3, very clearly we can understand that God himself cast him into the deep of the seas, and it was no one else who did that. അപ്പോൾ സമുദ്രത്തിന്റെ ആഴത്തിൽ കിടന്നുകൊണ്ടാണ് ഇവിടെ യോന പ്രാർത്ഥിക്കുന്നതെന്ന് കാണുവാൻ തൊക്കെ സാധിക്കുന്നുണ്ട്. And in the heart of the sea is where Jonah is starting to pray. അത് പാപത്തിൻ്റെതായ ഒരു വലിയ അല്ലെങ്കിൽ ഒരു തെറ്റിന്റെ ഏറ്റവും വലിയ ഒരു ആഴത്തെ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. Now this heart or depth we can consider as the deepness of sin or the lowness of his life. നമുക്കറിയാം, നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ആകാശം, ഭൂമി, അല്ലെങ്കിൽ പാതാളം, അല്ലെങ്കിൽ സമുദ്രം എന്നൊക്കെയാണല്ലോ നമ്മൾ കണക്കാക്കുന്നത്. We see the heavens, we see the earth, we see the sea, the depth of the seas. അപ്പോൾ നമുക്കറിയാം ആകാശത്തിന്റെ ഉയരത്തെ കുറിച്ച് നമുക്ക് അളക്കാനായിട്ട് സാധിക്കുകയില്ല. We can never measure the height of the heavens. അതുപോലെ തന്നെ നമുക്ക് പാതാളത്തിന്റെയോ സമുദ്രത്തിന്റെയോ ഡെപ്ത് അളക്കാൻ സാധിക്കുകയില്ല. At the same time, we can never measure the depth of the seas as well. നമ്മളൊക്കെ ഇതിന്റെ മധ്യത്തിലാണെന്ന് വിചാരിക്കാം ഒരു പക്ഷേ. We are almost in the middle of these things. എന്നാൽ ഇവിടെ സമുദ്രത്തിന്റെ ആഴത്തിൽ എന്തുമാത്രം ആഴത്തിലേക്കാണ് ഈ യോന ആയിരിക്കുന്ന സ്ഥിതി ഒന്ന് ചിന്തിച്ച് നോക്കുക. Just imagine how much depth is Jonah in this particular situation, depth of the seas. അവിടെ കിടന്നുകൊണ്ടാണ് താൻ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. At that particular place, Jonah is praying. എന്നാൽ ആ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. But that prayer reaches heaven. നീ എന്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. And his prayer was heard and he was saved. നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം താണ അവസ്ഥയിലാണെങ്കിൽ പോലും നമ്മുടെ പ്രാർത്ഥന വലിയവനായ ദൈവം കേൾക്കും എന്നുള്ളതിനെ ഈ ഭാഗം നമ്മളെ തെളിയിക്കുന്നു. In our lives, no matter how much deep our problems are, how much low we are in our life, our prayers would be definitely heard. ഞാൻ ഇത്രയും യോനയെ കുറിച്ച് കുറച്ച് കാര്യം പറഞ്ഞെങ്കിലും എന്റെ ഉദ്ദേശം എന്തായിരുന്നു പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥനയോടുകൂടെ തുടങ്ങുക എന്നുള്ളതാണ്. I dealt a few things about Jonah, but then the purpose of this was we should start always with prayer. നമ്മുടെ കർത്താവാണ്, യേശുവാണ് ഇതിന് ഏറ്റവും വലിയ മാതൃക തന്നെ. And the best example we have in the Lord Jesus Christ. അവൻ പർവ്വതത്തിലേക്ക് പോയി രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. He went to the mountain and prayed all night. We see that. ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. Before selecting the disciples, he prayed. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. Before doing miracles, he prayed. അവൻ ക്രൂശിലാകുമ്പോഴും അവൻ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. When he was on the cross, he was praying. എല്ലാത്തിനും പ്രാർത്ഥനയോട് കൂടെ തുടക്കമായിരിക്കുന്നു. Everything in his life started with prayer. നമ്മുടെ കർത്താവാണ് അതിന്റെ മാതൃക. And the example is our Lord Jesus Christ. നമ്മൾ ഇന്ന് വിശുദ്ധ ആരാധനയിൽ നമ്മൾ പങ്കെടുത്തല്ലോ. We were participating in the worship today. അതിനെങ്ങനെയാണ് പറയുന്നത്? നമ്മൾ പറയുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി എന്നാണ് പറയുന്നത്. And we start those words like this: when our Lord Jesus Christ was shown to the soldiers there, he took the bread and then he praised God. സ്തോത്രം ചൊല്ലി. And he praised God. അവിടെ അപ്പത്തെ അനുഗ്രഹിക്കുന്നതായിട്ടോ വാഴ്ത്തുന്നതായിട്ടോ ഒന്നും കാണുന്നില്ല. He is not blessing the particular bread.
അവൻ കർത്താവ് ആ സ്തോത്രം ചൊല്ലുകയാണ്, അതെടുത്തിട്ട് സ്തോത്രം ചൊല്ലുകയാണ്. He's just taking that bread and giving praise to God. അതിനുശേഷമാണ് പറയുന്നത്, നമുക്ക് പറയുന്നത് അതിനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങൾ. കർത്താവ് എന്നെ രക്ഷിച്ചു, എന്നെ വീണ്ടെടുത്തു, എനിക്ക് എൻ്റെ ശരീരം നൽകി തന്നു, എൻ്റെ പാപം നിന്റെ ശരീരത്തിന്മേലാക്കി, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തുടർന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്. And after that only we remember what all things God did in our lives. He saved us and He did all these things in our lives. അത് തന്നെ ഔവണ്ണം തന്നെ പാനപാത്രവും, അതുപോലെ തന്നെ യാതൊരു വ്യത്യാസവും ഇല്ലാതെ തന്നെ പാനപാത്രവും എടുത്തു കാണുന്നുണ്ട്. In the same manner He took the cup. That is what we see. അതുകൊണ്ടാണ് അതിനുശേഷമാണ് നമ്മൾ ചിന്തിക്കുന്നത്, ആ പാനപാത്രം അല്ലെങ്കിൽ ആ രക്തം നമുക്ക് വേണ്ടി എന്തിനാണ് അവൻ കാൽവരി ക്രൂശിൽ ചിന്തിച്ചത്, ചൊരിഞ്ഞത്. ആ നിലയിലാണ് നമ്മൾ കൂടുതൽ കർത്താവിന് നന്ദി കരയേറ്റുന്നത്. After that we think about the cup, the blood of the Lord Jesus Christ, which He shed on the cross of Calvary, and give thanks and worship Him. നമുക്ക് അടുത്തായിട്ട് വരാവുന്നത് ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരാം. Secondly, we'll come to the book of Daniel. നമ്മൾ ഈ കഴിഞ്ഞ ദിവസത്തിലെ കോട്ടേജ് മീറ്റിംഗിലും അത് ചിന്തിച്ചാണ് 6-ാമത്തെ അധ്യായത്തെ കുറിച്ച്. Last week's cottage meeting also we dealt with Daniel, book of Daniel, chapter 6. ദാനിയേലിന്റെ ജീവിതത്തിലുള്ളതായ ഏറ്റവും ചെയ്ത തെറ്റെന്താണ്? What wrong did Daniel do in his life? അവൻ പ്രാർത്ഥിച്ചു അവന്റെ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. That he prayed to his Almighty God. നമ്മൾ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, നമുക്ക് അതിന്റെ ചരിത്രത്തിലേക്ക് പോകാനുള്ള സമയമില്ല. അപ്പോൾ പുരുഷന്മാർ ബന്ധപ്പെട്ടു ദാനിയേൽ തന്റെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. Chapter 6 verse 11 we read like this: Then these men came by agreement and found Daniel making petition and supplication before his God. പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നത്. Specifically note, making petition and supplication. അതാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. അവിടെയും കാണുന്നത് പ്രാർത്ഥനയോടുകൂടെ ദാനിയേൽ തുടങ്ങുന്നു. There also we see that Daniel is starting with prayer. അത് അവൻ ചെയ്തു വരുന്നതാണ്, ദിവസം 3 പ്രാവശ്യം അത് ചെയ്തു വരുന്ന കാര്യമാണ്. That is something which he used to do 3 times a day. അവൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. Kneeling down and praying. പ്രാർത്ഥന നിരോധിച്ചാലും ദാനിയേൽ ഉപേക്ഷിച്ചില്ല എന്ന് കാണുവാൻ തക്കവണ്ണം, പ്രാർത്ഥന ഉപേക്ഷിച്ചില്ല എന്ന് കാണുന്നുണ്ട്. He was blocked to pray, but then he continued to pray. അവനെ ഗുഹയിലേക്ക് കൊണ്ടുപോകുമ്പോഴും ആ പ്രാർത്ഥന അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. When he was taken to the cave, he was still praying. അവന്റെ ആ സിംഹകുഴിയിലായിരുന്നപ്പോഴും ആ പ്രാർത്ഥന അവിടെ ഉണ്ടായിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. When he was in the lion's den, he was still praying. അവിടെ നമുക്ക് പറയാൻ നിൽക്കണം, നമ്മള് ദാനിയേലിനെ പിടിച്ചപ്പോഴേ സിംഹക്കുഴിയിലേക്ക് കൊണ്ടുപോയപ്പോഴേ നിങ്ങൾ കുറച്ചേരം നില്ല, ഞാനൊരു അല്പം പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുകയല്ലായിരുന്നു. There we don't see that when he was taken to lion's den, he was not saying that stop a moment, let me pray and then go. അവൻ ഓൾറെഡി പ്രാർത്ഥിച്ച് റെഡി ആയിക്കൊണ്ട് തന്നെ ഇരിക്കുന്ന, ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു. He was continuously praying and he was ever ready with prayer. അപ്പൊ അവന്റെ പ്രാർത്ഥന അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. In his life it was along with him, that particular prayer. എന്നിട്ട് ഒരു പക്ഷെങ്കിൽ ദൈവത്തിന് അവനെ ആ ഗുഹയിലോട്ട് പോകാതെ തന്നെ രക്ഷിക്കാമായിരുന്നു. God could have saved him even without taking him to the lion's den. എന്നാല് ദൈവം ആ ഗുഹയിൽ എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. But then God himself came, his angels were sent to the lion's den. അതാണ് പ്രാർത്ഥനയുടെ ഗുണമെന്ന് കാണുന്നത്. അവൻ 3 നേരവും പ്രാർത്ഥിച്ചു. That is the thing we see about prayer. 3 times he യാതൊരു prayed. മുടക്കവും കാണുന്നില്ല. There was he never compromised in praying. എന്നാൽ രക്ഷിക്കുന്ന ദൈവം അവനെ ആ കുഴിയിൽ നിന്നും രക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. But then the God who saved him from that cave as well. അതാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ കർത്താവ് ചൂടെഴുന്ന ശോധനയിൽ കൂടെ വന്നു ചേരും ആ ചൂളയിൽ എന്നാണ് പറയുന്നത്. That is what we understand, that our God comes in the hottest and the difficult moments of our lives and comes close to us and saves us out of them all. നമ്മുടെ കർത്താവ് കൂടെ ഉള്ളതായ ഒരു സാമീപ്യം അറിയുന്നതായിട്ട് കാണുന്നുണ്ട്. He is very close to us. We can feel and experience his presence. നമുക്ക് വേറെ ആരുമല്ല, നമ്മുടെ കർത്താവാണ് നമ്മോട് കൂടെ ഉള്ളതെന്നുള്ള പൂർണ്ണ വിശ്വാസം അവനെ ആ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. No one else, it is God himself who is very close to me. When we pray, we understand this. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മുടെ കർത്താവ് വിശുദ്ധനാണ്, സ്നേഹവാനാണ്, സർവ്വത്തെയും നിയന്ത്രിക്കുന്നവനാണ്. That is what I said initially. Our God is a holy God, loving God, and a God who is always with us. അതുപോലെ നമുക്കിനി അടുത്തത് ഹന്നായുടെ ദുഃഖത്തിന്റെ പ്രാർത്ഥന നമുക്ക് കേൾക്കാം. And thirdly, we can come to the prayer of Hannah. അത് 1 ശമൂവേൽ 1-ന്റെ, that is in 1 Samuel chapter 1. അതിന്റെ 10-ാമത്തെ വാക്യം നമ്മൾ കാണും, 10ഉം 11ഉം വാക്യം നമ്മൾ കാണുമ്പോഴേ 1 Samuel chapter 1 verses 10 and 11 we read like this. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു.
She, greatly distressed, prayed to the Lord and wept bitterly. അവിടെ നമ്മൾ നോക്കണം, യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. There also we see she prayed and wept bitterly. അവിടെയാണ് നമുക്ക് പറയുന്നത്, അവിടെയും കാണുന്നത് ആദ്യം ഒരു തുടക്കം പ്രാർത്ഥനയോടുകൂടെ തന്നെയായിരുന്നു കാണുവാൻ തക്കണം. There also we see the starting is with prayer. നമുക്കറിയാം ഹന്നയുടെ ജീവിതത്തിലെ കാര്യം, അവള് വന്ധ്യതയായിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു. We understand, we know the life of Hannah. She was a barren lady. മറ്റുള്ളവർ അവളെ പരിഹസിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. Others were making fun of her. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ അവൾ പ്രാർത്ഥിച്ചു. But then in the Lord's presence she prayed. നമുക്കറിയാം, അതിന് ഇവിടെ വീണ്ടും അതിന്റെ 17ാമത്തെ വാക്യം, അതിന് ഏലി സമാധാനത്തിൽ പോയിക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവം നീ കഴിച്ച അപേക്ഷ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് പറയുന്നു. നീ കഴിച്ച അപേക്ഷ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് പറയുന്നു. Verse 17 we read like this, and Eli answered and said, go in peace, and may the God of Israel grant your petition that you have asked of him. Grant your petition. അവിടെ അവർക്ക് ഒരു പരിഹാരം അവിടെ കാണുന്നുണ്ട്. There we see the result of prayer. അവന് ഒരു മകനെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. She is given a son. അത് നമുക്ക് കാണുവാൻ തൊക്കെ ശൗമൽ എന്നാണ് പേര്, അമ്മന്റെ പേര്. Name of the son is Samuel. എന്നാൽ ഇസ്രായേലിന്റെ ഒരു ആത്മീയ ഉണർവിന് കാരണമായിട്ടാണ് ഈ ശൗമലിനെ അവർക്ക് ലഭിച്ചത്. This Samuel turned out to be a person who brought about revival of spirituality in the life of Israelites. നമുക്കറിയാം, പ്രാർത്ഥനയ്ക്ക് ഒരു അല്പം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു അല്പം താമസം വന്നിരുന്നുവെങ്കിലും there might be times where our prayers might be delayed or answers might be delayed. എന്നാൽ ഇസ്രായേലിന്റെ ആത്മീയ ഉണർവിന് ഏറ്റവും ഉത്തമനായ ഒരു ശൗമലിനെയാണ് അവർക്ക് ദൈവം നൽകി കൊടുത്തത്. But ultimately Hannah was given this Samuel who brought about a spiritual revival in the lives of Israelites. ഇവിടെ നമുക്ക് ഒരു കാര്യം ഓർക്കുന്നുണ്ട്, അതിന്റെ പല കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാലും അവനോട് പറഞ്ഞ യജമാനെ യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഇവിടെ വീണ്ടും പറയാണ്, അവസാനമായിട്ട് പറയാണ്, ഈ മകനെ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് വന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ദൈവത്തിന് സമർപ്പിക്കുന്ന. 26 we come to verse 26. We read like this. She said, "O my Lord, as your soul lives, my Lord, I am the woman who stood here beside you and praying to the Lord. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. For this boy I prayed. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ എനിക്ക് നൽകിയിരിക്കുന്നു. And the Lord has given me my petition which I asked of him." ഇവിടെ നമുക്ക് കാണുവാൻ തൊക്കെ സാധിക്കുന്നത്, അവള് പ്രാർത്ഥിച്ച് അവനൊരു മകനെ ലഭിക്കുന്നതിന് മുമ്പായിട്ട് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ അവിടുന്ന് ആദ്യമേ പറഞ്ഞ് ഞാൻ നിവേദിക്കുമെന്ന് പറഞ്ഞു, ദൈവത്തെ നിവേദിക്കുമെന്ന് പറഞ്ഞു എനിക്ക് ലഭിക്കുന്ന മകനെ. Initially she brought her petition towards Lord. എന്നാൽ ഇവിടെ അത് ഫുൾഫിൽ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. Here in verse 26-27 that is fulfilled. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. And therefore I have also dedicated him to the Lord. ഇത് മാനുഷികമായ ചില പല കാര്യങ്ങളും ഇതിന്റെ പുറകിലുണ്ട്. And human things, a lot of things are behind this. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ നമ്മൾ സാധിക്കുന്നതിന് വേണ്ടി പല കാര്യങ്ങൾ ദൈവം മുമ്പാകെ പറയാറുണ്ട്. To get a lot of things in our lives, we bring about those things in the presence of the Lord. ഞാൻ ഇവിടെ ഇത്ര രൂപ തന്നേക്കാം, അല്ലെങ്കിൽ എന്റെ ആടുമാടുകളെ തന്നേക്കാം, എന്റെ വസ്തുവകൾ തന്നേക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. Sometimes we say, I'll contribute this much money, I'll bring these resources from my home. ദൈവത്തിന് ഇതൊന്നും വേണ്ട. God doesn't need any of it. ദൈവത്തിന് വേണ്ടത് ഒരു ആത്മാവിനെ, നിന്നെയാണ് വേണ്ടത്. ദൈവത്തിന് വേണ്ടത് God needs my spirit, myself. ആ ഒരു വ്യക്തിയാണ് കർത്താവ്. നമ്മുടെ ആ ഒരു ഹൃദയവും ഒരു ആത്മാവുമാണ് വലിയവനായ ദൈവം ആഗ്രഹിക്കുന്നത്. ലോകത്തിലെ ഏതെങ്കിലും സമ്പത്ത് കൊണ്ടല്ല എന്ന് കാണുവാൻ തൊക്കെ സാധിക്കുന്നുണ്ട്. God needs that individual, that spirit, that heart, nothing else, or the monetary benefits of this world. ചില ആൾക്കാർ നേരുന്നുണ്ട്, പക്ഷേ നിവർത്തിക്കാതെ വരാവുന്ന അനേകരെ കാണാൻ സാധിക്കുന്നുണ്ട്. Sometimes in this world there are people who commit to do certain things but they don't complete. നമുക്കൊരു ചെറിയ ഒരു ഉദാഹരണമായിട്ട് ഒരു പഴയ സ്റ്റോറി ഞാൻ അത് പറയാം. അതൊരു തമാശ എങ്കിലും അതിനകത്തൊരു ആത്മീയ അർത്ഥം ഞാൻ അത് കാണുന്നുണ്ട്. There's an old story which I would like to communicate. It has a bit of humor, but then there is a spiritual meaning to it as well. ഒരിക്കൽ ഒരു വ്യക്തി മീൻ പിടിക്കാൻ പുഴയിലേക്ക് പോയി. Once a person went to a lake to catch fish. അനേക സമയങ്ങൾ അവന് ചൂണ്ടയിട്ടപ്പോൾ ഒരു മീനും അവന് കിട്ടുന്നില്ല. He was trying for quite a while. He was not able to catch fish. അവസാനം തീരുമാനിച്ചു, ഒരു നല്ല മീൻ കിട്ടുകയാണെങ്കിൽ അത് ആദ്യം ഭഗവാനെ കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. Then he decided, if at all I catch one fish, I'll give it to the Lord. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ after some time അവന് നല്ലൊരു മീനെ കിട്ടി. He got one good fish. അത് അവന്റെ കൊട്ടയിലിട്ടു.
He put it in the basket. അവന് വീണ്ടും പിന്നെയും ചില മീനുകളൊക്കെ കിട്ടി. And after that, many other fish he caught. അപ്പൊ ചില മീനുകളൊക്കെ കിട്ടിയതിനു ശേഷം ഇവൻ വിചാരിച്ചു, ഇത്രയും വലിയ കടലിൽ അനേക മത്സ്യങ്ങൾ, ഇതിനേക്കാളും വലിയ മത്സ്യങ്ങളുണ്ട്, ഈ മീന് ദൈവത്തിന് എന്താ, ഭഗവാൻ എന്താ ആവശ്യം എന്ന് പറഞ്ഞു. And then he thought, when he had a lot of fishes in his basket, this river has a lot of fishes, it is all God's, why does he require my fish? ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഈ വലിയ ഫിഷ് ഈ കൊട്ടയിൽ എടുത്തൊരു ചാട്ടം വെള്ളത്തിൽ പോയി. That is when he was communicating this in his mind, this big fish again went into the river. അപ്പോൾ അവൻ പറയാണ്, എനിക്ക് ഈ ദൈവത്തോട് ഒരു തമാശ പോലും പറയാൻ പറ്റുകയില്ലയോ. Then he said in his mind, I can not even communicate a humorous thing to my God. ഇത് ദൈവത്തിന് നേരുകയും നിവർത്തിക്കുകയും ചെയ്യുവാനാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നേരേണ്ട കാര്യമില്ല. God says, if you commit something to God, you complete it in your life. Otherwise, don't do that. ചില കർത്താവിന് കാലൊടിഞ്ഞതിനെയോ കാണാത്തതിനെയോ അല്ലെങ്കിൽ ബലഹീനമായതിനോ ഒന്നിനും വേണ്ട, നല്ലതിനെ തന്നെ വേണമെന്നാണ് പറയുന്നത്. God doesn't need the crippled ones, the inferior ones. God needs the best ones, the superior ones. പല ഭവനങ്ങളിലും കാണുന്നുണ്ട്, വളരെ 4-5 മക്കളുണ്ടെങ്കിൽ ഒന്ന് ഡോക്ടർ ആയിരിക്കും, എഞ്ചിനീയർ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ അതിൽ ഏറ്റവും വീക്കായിട്ടുള്ള ആളിനെ ദൈവത്തിന് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. Certain homes we can see most of the children would be doctors, engineers. The weakest of the Lord would be sent for the Lord's work. ദൈവം ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. God never desires this. ഊനമില്ലാത്തതിനെ നല്ലതിനെ മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. God desires the blameless one, the best one. നമുക്ക് അവസാനമായിട്ട് ഫിലിപ്പിയൻ ലേഖനം 4:5 വരാം. Finally, we'll come to Philippians chapter 4 and verse 5. Philippians chapter 4 and verse 5. പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രം. അപ്പോൾ പറഞ്ഞ പ്രാർത്ഥനയാലും അപേക്ഷയാലും എന്നാണ് പറയുന്നത്. There we read, be anxious for nothing, but in everything by prayer and supplication with thanksgiving let your requests be made to God. Verse 6. അപ്പൊ ഇവിടെ പറയുന്ന ആദ്യം പ്രാർത്ഥനയോടുകൂടെ, പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അപേക്ഷ എന്ന് കാണുവാൻ തൊക്കെ സാധിക്കുന്നുണ്ട്. There also we see, but in everything by prayer. It starts with prayer and then supplication. അത് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി അറിയിക്കുക അത്രേ വേണ്ടൂ എന്ന് പറയുന്നത്. With thanksgiving let your request be made known to God. എത്ര വലിയ ആവശ്യമാണെങ്കിലും, no matter how big your requirements are. ജോനെ കുറിച്ച് പറഞ്ഞല്ലോ, ഏറ്റവും ആഴത്തിൽ നിന്നുകൊണ്ട് നിലവിളിക്കുന്നതായ പ്രാർത്ഥിക്കുന്ന ജോനെ കാണുവാൻ തൊക്കെ സാധിക്കുന്നുണ്ട്. We heard about Jonah from the uttermost depths of the seas. He is praying to God. ഇവിടെ സിംഹക്കുഴിയിലും പ്രാർത്ഥിക്കുന്നതായ ദാനിയേലിനെ നമുക്ക് കാണുവാൻ തൊക്കെ സാധിക്കുന്നുണ്ട്. Daniel praying in the lion's den. ഇവിടെ നമുക്കറിയാം, ഹന്നയെ കുറിച്ച് നമ്മൾ കേൾക്കൂടെ, ദുഃഖത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് ഹന്നയെ കാണുന്നുണ്ട്. Hannah is praying in that uttermost difficult times and suffering of hers. എനിക്ക് പറയാം, നമുക്ക് ചിന്തിക്കുവാനുള്ള കാര്യം, നമ്മുടെ ഏത് ആവശ്യങ്ങളാണേലും നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ, അപേക്ഷയോടുകൂടെ, സ്തോത്രത്തോടുകൂടെ അറിയിക്കുക അത്രയേ വേണ്ടൂ എന്നുള്ളതാണ്. What we need to think today is this: whatever be our need, by prayer and supplication with thanksgiving let us bring those things to God. നമ്മുടെ കർത്താവ് വിശുദ്ധനാണ്, അവൻ സ്നേഹവാനാണ്, അവൻ സർവ്വത്തിനെയും നിയന്ത്രിക്കുക സർവ്വ അധികാരിയാണ്. Our God is a holy God, loving God. He controls everything, the almighty God. നമ്മുടെ പ്രാർത്ഥനയുടെ ഏത് ഡെപ്തി എത്ര ആഴത്തിൽ കിടന്ന് പ്രാർത്ഥിച്ചാലും വലിയവനായ ദൈവം കേൾക്കും. No matter how deep we are fallen in our lives, God will hear whatever be the circumstance in our lives. പണ്ട് സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ അധ്യാപകൻ പറഞ്ഞൊരു കഥയുണ്ട് ഇങ്ങനെ. When I was studying in Sunday school, one of my teachers told this story like this. നിങ്ങളുടെ ഏത് ആവശ്യം വന്നാലും നിങ്ങൾ ദൈവത്തോട് പറയുക, അപേക്ഷിക്കുക എന്ന് പറഞ്ഞു. Whatever be your need, you just pray to God. അവനെ ഒരു ദിവസത്തിലെ ഒരു സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു കിണറ്റിൽ വീണു. One day this child was going to school, he fell into a well. അവിടെ ചുറ്റുപാടും ആരുമില്ല, nobody is around. അവന് അറിയാവുന്ന ഒരൊറ്റ കാര്യം, നിങ്ങളുടെ ഏത് ആവശ്യമുണ്ടെങ്കിലും ദൈവത്തെ ഉറക്കെ വിളിച്ച് പറയുക എന്നുള്ളതാണ്. This one thing he knows, that whatever be your need, you cry out aloud to the Lord. അവൻ അനേക മണിക്കൂറുകൾ അവിടെ കിടന്ന് കരഞ്ഞു. Lot of hours he cried aloud and prayed to God. അവസാനം ആരോ ഒരു വ്യക്തി ആ ശബ്ദം കേൾക്കുവാനിടയായി. Finally, one fine individual heard that voice. എന്നാൽ ആ വ്യക്തി അവനെ അവിടുന്ന് രക്ഷപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. That particular person delivered him out of the well. അത് ദൈവം ഒരുക്കുന്ന രക്ഷയാണ്. That is the salvation of God. അതുകൊണ്ട് നമ്മുടെ ഏത് ആവശ്യങ്ങളുടെയും മുമ്പാകെ, therefore whatever be our need, നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് അദ്ദേഹത്തിന് മുമ്പാകെ സമർപ്പിക്കുവാനുള്ളതായ കൃപ നമുക്ക് ഏവർക്കും ഉണ്ടാകുമാറാകട്ടെ. let us submit to our God in prayer. Let Lord give us that grace. ഈ വാക്കുകളെ ദൈവം അനുഗ്രഹിച്ചു നൽകുമാറാകട്ടെ. May God bless these words.